തീർച്ചയായും 6 വർഷം നമ്മുടെ 70 വികാരെ വിശിഷ്ട സേവനം നിർവഹിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയ ബഹുമാന കോളേജിന്റെ യാത്രയെ കൂട്ടിയിട്ട് ഈ വേളയിൽ സ്വാഗതം ആശംസിക്കേണ്ടത് കൃത്യമാണ് ഇതിന് നിക്ഷിപ്തമായിരിക്കുന്നത്. ജർമ്മിയ പ്രഭാകരൻ 3-ാം അധ്യായം 5-ാം വാക്യം ഇബ്രാഹിം പറയുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങളുടെ തരും, അവർ ജ്ഞാനത്തോടും വിവേകത്തോടുകൂടെ നിങ്ങളെ പാലിക്കും. അതേ പ്രിയപ്പെട്ട കോളേജാണ് ഞങ്ങൾക്ക് വേണ്ടി ഭാരതത്തിന്റെ അപ്പസ്തലനായ വിശുദ്ധ തോമസിന്റെ പൈതൃകവും പാരമ്പര്യവും ഉൾക്കൊണ്ട കേരള സഭയിൽ നിന്നും വിശ്വാസത്തിന്റെ അപ്പസ്തലനായ വിശുദ്ധ പൗലോസ്ലിഹായുടെ നാമധാരിയായ അങ്ങേ അതേ പൗലോസ്ലിഹ മധ്യസ്ഥനായ സെന്റ് പോൾട്ടർ സബർമതിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഞങ്ങൾക്കായി സെന്റ് സെബാസ്റ്റ്യൻ സീറോ മലബാർ സബർമതി ഇടവകയ്ക്ക് തങ്ങളുടെ തന്റെ ഇഷ്ടപ്പെട്ട ഇടയനെ തിരഞ്ഞെടുത്ത് നൽകിയതായിരുന്നു അങ്ങേ. തുടർച്ചയായി കഴിഞ്ഞ 6 വർഷം ഞങ്ങളുടെ ഇടവകയുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കും ചുറുചുറുക്കോടെ ഞങ്ങൾ നൽകിയ ബഹുപ്രായ സേവനങ്ങൾ അവിസ്മരണീയമാണ്. അതിനാൽ തന്നെ അച്ഛന്റെ ഈ ട്രാൻസ്ഫറിന്റെ അവസരത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 23-ാം വാക്യം വളരെ പ്രസക്തമാണ്. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ ഞാൻ ഫലപ്പെടുത്തിക്കുന്നു. മുന്നോട്ടുള്ള അച്ഛന്റെ ശുശ്രൂഷ യാത്രയിൽ എല്ലാ അനുഗ്രഹങ്ങളും നല്ല തമ്പുരാൻ സമർത്ഥമായി നൽകട്ടെ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയ ബഹുമാനോട് കോളേജ് അങ്ങേ ഈ എളിയ ഒരു യാത്രയ്ക്ക് വേദിയിലേക്ക് സെന്റ് സെബാസ്റ്റ്യൻ സീറോ മലബാർ സബർമതി ഇടവകയുടെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Next, we would like to express our heartfelt gratitude to Father Rajkumar, who has always been aware of all our needs and has constantly extended his unwavering support. Dear Father, your unwavering support has greatly contributed to our spiritual growth. It is with utmost joy that we warmly welcome you to this special occasion, and we extend our sincere thanks once again for your continuous support. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങൾ ഞങ്ങൾ ഈ ഇടവക കൂട്ടായ്മയ്ക്ക് നൽകിയിട്ടുള്ള സേവനങ്ങൾ വിശിഷ്ടമാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായി അവർക്ക് നേർവഴി കാണിക്കുന്നതിൽ നിങ്ങൾ നൽകുന്ന പങ്ക് ഈ ഇടവകയിലെ ഓരോ മാതാപിതാക്കളും നേരിട്ടറിഞ്ഞിട്ടുള്ളതാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ഷോൺ സിസ്റ്റർ, ബഹുമാനപ്പെട്ട റോസ സിസ്റ്റർ, ബഹുമാനപ്പെട്ട തെരേസ സിസ്റ്റർ, നിങ്ങൾ മൂന്നുപേരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. ആ യൂണിറ്റിയാണ് നമ്മുടെ ഇടവകയുടെ കരുത്ത്. ഈ ഒരു ഫെയർവെൽ ഫംഗ്ഷനിൽ ഒന്നോടെ പങ്കെടുക്കുന്നതിനായും നമ്മുടെ പ്രിയപ്പെട്ട കോളേജിനോടുള്ള സ്നേഹാദരവ് പ്രകടമാക്കുന്നതിനുമായി ഇന്നത്തെ ദിവ്യബലിക്ക് ശേഷം സമയം നീക്കിവെച്ച പ്രിയപ്പെട്ട വിഭാഗങ്ങളെ, കമ്മിറ്റി അംഗങ്ങളെ, കൈക്കാരന്മാരെ, വിവിധ സംഘടനാ പ്രതിനിധികളെ, മറ്റ് സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ആശംസ അർപ്പിക്കാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചിരുന്നത് രാജ്മാഷിനെ ആയിരുന്നു. പക്ഷെ ആകാശ് ഇപ്പോൾ ഒരു മീറ്റിംഗ് നടത്തുന്നതുകൊണ്ട് അത് വരാൻ പറ്റില്ല എന്ന് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് കണ്ടു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അച്ഛൻ്റെ എല്ലാ അവരുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ അച്ഛനുള്ള കാലത്തും ഇനി വരുന്ന അച്ഛനകാലത്തും അത് പ്രത്യേകം പറയാനും, പിന്നെ അച്ഛന് വേണ്ടി പ്രത്യേകം അവർ ഈ കഴിഞ്ഞ 3-4 കൊല്ലത്തിനുള്ളിൽ അവരെ നല്ലൊരു കൂട്ടുകെട്ട് ആയിരുന്നതും, അതുപോലെ മറ്റച്ഛന്മാരെ പോലെ തന്നെ നമ്മുടെ അച്ഛനും അവരുടെ കൂട്ടത്തിൽ കൂടെ, അതായത് ലാറ്റിൻ സഭയിൽ നമ്മുടെ അച്ഛൻ കൂടുതലായിട്ട് അവരുടെ ചില വലിയ കർമ്മങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ അച്ഛൻ വളരെ സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രത്യേകം നന്ദി പറയുകയും ഇനി വരാതിരിക്കുന്ന എല്ലാ അച്ഛൻ്റെ കാര്യങ്ങൾക്ക് നാട്ടിലായാലും മറ്റെവിടെ ആയാലും അതിനുള്ള ദൈവം പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കടത്തുന്നത് നമ്മുടെ ഓരോ സംഘടനകളുടെയും അസോസിയേഷന്റെ ഇതാണ്. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിനുവേണ്ടി VA ജോസഫ് ചേട്ടനെ പൃഥ്വിയുടെ ഭാഗത്തു നിന്നും അസോസിയേഷനിലും നന്ദി പറയുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇതിന്റെ മുഖ്യാതിഥിയായ ബഹുമാനപ്പെട്ട ഹോസ്റ്റർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ഇടവാങ്ങളെ, ഹംസോളത്തിൽ സ്വാഗതം ചെയ്യുന്ന ഇടവാങ്ങളെ, നമ്മളെല്ലാവരും തന്നെ വളരെയധികം കുർബാന പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ പല വൈദികരുടെയും കുർബാന പങ്കെടുത്തിട്ടുണ്ട്.
പക്ഷേ പോച്ചലിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകത എന്താ പറയാമോ? പോച്ചലിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകത അച്ഛൻ എപ്പോഴും തന്നെ പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു കുർബാന നടത്തുന്നത്. ഞാൻ ചെറുപ്പം ചോദിക്കുകയുണ്ടായി അതിന് കാരണം എന്താണെന്ന്. നമുക്കറിയാം, ഒരു കുർബാന അർപ്പിക്കുന്ന വൈദ്യൻ രാമ പറഞ്ഞതാണ്, നിങ്ങൾ കുട്ടികൾ പറഞ്ഞു കൊടുക്കണം. ഒരു കുർബാന അർപ്പിക്കുന്ന വൈദ്യൻ അത്താഴം നിൽക്കുമ്പോൾ ഈശോയുടെ സ്ഥാനത്താണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ഈശോയായ അച്ഛൻ ഈശോയുടെ ശരീരം എടുക്കുന്ന അതിന്റെ ആരംഭമാണ് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് കുർബാന അർപ്പിച്ചാണ് പറഞ്ഞത്. പക്ഷെ അവസാനം പുഞ്ചിരിക്കും, അതുപോലെയാണ് എനിക്ക് തോന്നുന്നു. പിന്നെ അച്ഛൻ ഈ 6 വർഷം നമുക്ക് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് 6 വർഷത്തേക്ക് നമ്മുടെ നമുക്ക് വേണ്ട സേവനം തന്നത്. നമുക്കറിയാം, അച്ഛൻ കേരളത്തിലായിരുന്നു, കേരളത്തിലാണ് ഉണ്ടാകുന്നത് 2014 പോലെ. പക്ഷെ കേരളത്തിൽ വൈദ്യം വരുമ്പോൾ നമുക്കറിയാം പല പ്രതിസന്ധികളുണ്ട്. ഒന്നാമത്തെ കാലാവസ്ഥ, ഭാഷ അറിയത്തില്ല, അതുപോലെ താമസ പ്രശ്നം, ഭക്ഷണ പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ ഓർക്കുന്നു, ആദ്യമായിട്ട് വന്ന സമയത്ത് മെയ് മാസമായിരുന്നു. ആ സമയത്ത് ഭയങ്കര വലിയ അവസാനം വന്നത്, ഭയങ്കര ചൂട്. അപ്പോൾ അത്രയും ചൂട് അച്ഛൻ വീട്ടിൽ കണ്ടിച്ച് വീട്ടിൽ കൊണ്ടിരുമ്പോൾ വീട്ടുകാർ ചൂടാണെങ്കിൽ തിരിച്ചിക്കാൻ പോലെ ഇവിടെ നിൽക്കേണ്ടത് ആദ്യം പറയുകയുണ്ട്. കാരണം അതേപോലെ ചൂടുള്ള കാലാവസ്ഥയാണ്. കോടതികൾ വന്ന് കേരളത്തിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടുത്തെ കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥ, തണുപ്പ് സമയത്താണ് തണുപ്പ്, ചൂട് സമയത്താണ് സഹിക്കാനുള്ള ചൂട്. പക്ഷേ ഈ തണുപ്പും ചൂടും പ്രതികൂല കാലാവസ്ഥയിൽ ശ്രമിച്ചുകൊണ്ട് തന്നെ അച്ഛൻ വളരെയധികം ത്യാഗങ്ങൾ ശ്രമിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ 6 വർഷം പ്രവർത്തിച്ചു. നമ്മുടെ എല്ലാ സംഘടനകളെയും ഒന്നിച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ അച്ഛൻ വന്നതിന് ശേഷമാണ് നമുക്ക് കുർബാന കുറച്ചുകൂടെ നമുക്ക് അറിയാവുന്നവരെ കുർബാന വളരെ സജീവമായി നമുക്ക് എല്ലാവരും പങ്കെടുക്കാൻ, നമുക്ക് അർത്ഥവത്തായി പങ്കെടുക്കാൻ സാധിച്ചത്. കാരണം നിങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് കൂടുതൽ പേരെ മുന്നോട്ട് വന്നു. അതുപോലെ ജൂൺ മിഷൻ ആണെങ്കിലും പുതിയ യൂത്ത് മുന്നോട്ട് വരുന്നു. നമ്മുടെ എല്ലാ സംഘടനകളെയും യാതൊരു പ്രശ്നങ്ങളിലാണെങ്കിലും യാതൊരു അഭിപ്രായമില്ലാത്ത വ്യത്യാസമില്ലാത്ത പ്രശ്നമില്ല. മറ്റുള്ള വളരെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഇടയിൽ മാത്രം യാതൊരു പ്രശ്നമില്ലാതെ 6 വർഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി 5 വർഷത്തിന്റെ ആണ്. പക്ഷേ 1 വർഷം വരെ അങ്ങനെ എക്സ്ട്രാ കിട്ടി. അത് നമുക്ക് ട്രാൻസ്ഫർ കഴിഞ്ഞ വർഷം താമസിക്കുകയും ഈ വർഷം ട്രാൻസ്ഫർ വന്നത്. അച്ഛൻ വളരെ സന്തോഷമായിട്ടാണ് നാട്ടോട്ട് പോകുന്നത്. എനിക്ക് പ്രത്യേകം അറിയാൻ കഴിയും. കാരണം അച്ഛൻ്റെ വീട്ടിൽ അടുത്ത് ഇടവകയിലാണ് അച്ഛൻ ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നത്. വീട്ടിൽ കാരണം പേരൻസൊക്കെ പ്രായമായ പേരൻസാണ് കിട്ടുന്നത്. അവരെ കാണാനും അവരുടെ കാര്യങ്ങൾ അതിന് സാധിക്കുമെന്നുള്ളത് അറിയാൻ കഴിയുന്നു. പിന്നെ അച്ഛൻ്റെ ഭക്ഷണ കാര്യങ്ങൾ, താമസ കാര്യം, അച്ഛൻ്റെ ശരീരയുടെ കാലത്ത് താമസം വളരെ വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, ഗുജറാത്തിൽ ഒരു കല്യാണം കഴിക്കാത്ത ഒരു അൽവാദിനെ ചെറുപ്പക്കാരൻ എവിടെ താമസം കഴിഞ്ഞാൽ ഗുജറാത്തിൽ സംശയനിഷ്ഠരാണ് നോക്കുന്നത്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് തന്നെ പൊതുവെ വളരെ മാണ്ടാഭയങ്കരമായ പൊതുവെ അവസ്ഥയുണ്ട്. അങ്ങനെ കല്യാണം കഴിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു അവസരമായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള നമ്മുടെ പല പ്രശ്നങ്ങൾ ആ സമയത്ത് അവിടെ താമസിക്കുക, അച്ഛന് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക. അച്ഛൻ വന്ന സമയത്ത് അച്ഛന് ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നും അറിയത്തില്ലായിരുന്നു. ആ വാസ്തവം ഒരു സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അച്ഛൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ തന്നെ അച്ഛന് ഭക്ഷണം കൊടുക്കാൻ വീടുകളിലുള്ള ഭക്ഷണം കഴിച്ചിട്ട്. പക്ഷെ നിങ്ങൾ ആദ്യം അച്ഛനുണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വീട്ടിലുണ്ടോ? അച്ഛനുണ്ടാക്കിയുള്ള ഭക്ഷണം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. ദിവസം വൈകുന്നേരം ഞാൻ അച്ഛൻ്റെ വീട്ടിൽ അന്ന് ജോൺസിന്റെ ബർത്ത്ഡേ ആയിരുന്നു. വൈകുന്നേരം കുർബാനയായിരുന്നു. ഞാൻ കേക്ക് കുടിക്കാം. കേക്ക് കുടിക്കാൻ വേണ്ടി കുർബാന കഴിയുമ്പോൾ നിർബന്ധിച്ചു കുറച്ചുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ വീട്ടിലെടുത്ത് നല്ല 1 പാലപ്പോ വെജിറ്റബിൾ സൂപ്പ്. നിങ്ങൾ പെണ്ണുങ്ങൾ നോക്കി കേട്ടോ, അത്ര നല്ല പെർഫെക്റ്റായിട്ട് കുടിക്കാൻ ശ്രമിക്കണം. എനിക്കവിടെ താമസം അതിനെ പ്രശ്നമില്ല. മോശമായിരുന്നു. ഈ 6 വർഷത്തോളം അച്ഛനൊക്കെ എല്ലാ സേവനങ്ങളും നന്ദി പറയുന്നു. മുന്നോട്ട് നമ്മുടെ അച്ഛനെ പ്രാർത്ഥന വാഗ്ദാനം ചെയ്യാം. കാരണം ഒരു വൈദികരെ കാലത്ത് വൈദികരെ ഏറ്റവും വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണ്. നമ്മൾ കൂടുതലായിട്ട് വൈദികരെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു നിർമ്മാണങ്ങളെങ്കിലും അച്ഛനുവേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനുവേണ്ടി മാത്രമല്ല, നമ്മുടെ സേവനം പോകുന്ന എല്ലാ വൈദികർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടാണ്. അതുപോലെ അച്ഛനും മുന്നോട്ടുള്ള ആത്മീയ ജീവിതവും ആരോഗ്യവും പ്രാർത്ഥനയും അച്ഛൻ ആശംസിക്കുന്നു. അച്ഛൻ
തിരിച്ച് ഇവിടുന്ന് സ്വന്തമായി തന്നെ ഒരു ബിഷപ്പായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം പോളിസിന്റെ ബിഷപ്പാകേണ്ട എല്ലാ ഗുണങ്ങളും ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി മാതൃകയിലേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയച്ഛൻ ഫാദർ പോൾ പാരാപ്രാക്ടീസ്, പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹം കഴിഞ്ഞ ദേവതാക്കളായി നമ്മുടെ ഇടവകയുടെ അജപാലന രംഗത്ത് കഴിഞ്ഞ 6 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം നാട്ടിലെ പാലൂർ രൂപതയിലെ മണിയംകുളം ഇടവകയിലേക്ക് ട്രാൻസ്ഫറായി പോകുന്ന നമ്മുടെ വികാരിയച്ഛൻ ഫാദർ പോൾ പാരാപ്രാക്ടീസ് അച്ഛന് മാതൃവേദിയുടെ പേരിൽ ആശംസ അർപ്പിക്കുകയാണ് എൻ്റെ ദൗത്യം. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഇടവകയിലെ ഏറ്റവും പ്രവർത്തനോന്മുഖവും ഊർജ്ജസ്വലതയുമാർന്ന ഒരു സംഘടനകളിൽ ഒന്നാണ് മാതൃവേദി. ആ മാതൃവേദിയുടെ ഇതുവരെയുള്ള 9 വർഷത്തെ പ്രവർത്തന കാലയളവിൽ ആ സംഘടനയെ ഏറ്റവും അധികകാലം കൈപിടിച്ച് നടത്തിയത് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പോളച്ചനാണ്. ആ സംഘടനയുടെ സജീവ പ്രവർത്തനത്തിന് ഉതകുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളുടെ ഇതേ ശബ്ദമായി സ്നേഹത്തിലും ഐക്യത്തിലും ആത്മീയതയുടെ പാതയിൽ ഞങ്ങളെ നയിച്ച വികാരിയച്ഛന് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. എന്നിരുന്നാൽ തന്നെയും ഈ അവസരത്തിൽ പോളച്ചനോടുള്ള മാതൃവേദിയുടെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് മാത്രമല്ല, ജീവിതത്തിലെ വലുതും ചെറുതുമായ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അച്ഛൻ്റെ പ്രാർത്ഥനയുടെ കൈത്താന്ന് ഞങ്ങൾക്ക് തുണയായിരുന്നു എന്നത് ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ്റെ പുതിയ ഇടവകയിലും ഭാവിയിൽ അച്ഛൻ എത്തിച്ചേരാനിടയുള്ള എല്ലാ കർമ്മവേദികളിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ജീവിതം കുരിശോട് ചേർത്ത് ബലിയാക്കി മാറ്റി മുറിപ്പെടാനും ചിന്തപ്പെടാനുമായി ഒഴിഞ്ഞു വെച്ച ഈ പൗരോഹിത്യം അനുഗ്രഹപ്രദമാകുവാൻ, എല്ലാവർക്കും അനുഗ്രഹപ്രദമാകുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനകളൊന്നും അച്ഛനോടൊപ്പം ഉണ്ടാകും. അച്ഛൻ്റെ വഴിത്താരിൽ മിശ്ര എന്നും മാർഗദീപമാവട്ടെ. ഒരിക്കൽ കൂടി മാതൃവേദി കുടുംബത്തിന് താങ്ങും തണലുമായി നിന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സപ്പോർട്ടിനും വികാരിച്ചനായ ഫാദർ പോൾ പാരാപ്രാക്ടീസ് അച്ഛന് മാതൃവേദിയുടെ പേരിൽ സ്നേഹത്തിന്റെ നിറവിൽ നിന്ന് നന്ദിയുടെ വാക്കുകളും പ്രാർത്ഥനകളും ഒപ്പം യാത്രാമംഗളങ്ങളും. നന്ദി, നമസ്കാരം. മാതൃവേദിയുടെ വകയായി അച്ഛന് ഒരു സ്നേഹോപഹാരം നൽകാൻ ആഗ്രഹിക്കുന്നു. ആ സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും ആ സമ്മാനം കൈമാറുന്നതിന് വേണ്ടി മാതൃവേദി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. സിസ്റ്റർ ടോണി, സിസ്റ്റർ ശ്രീസ, സ്വർഗത്തിലെ എല്ലാവിധ സ്വാധീനത്തിനാണ് ഞങ്ങളുടെ ഹൃദയമായ നന്ദി പ്രകാശിപ്പിക്കാൻ ഈ അവസരത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ്റെ സ്വാർത്ഥ സമർപ്പണവും മാർഗനിർദ്ദേശവും അചഞ്ചലമായ പിന്തുണയും നമ്മുടെ സുഗമയിലെ സാമൂഹിക ജീവിതം ഉൾപ്പെടുത്താൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഒരു ആത്മീയ നേതാവ് എന്നതിലുപരി അച്ഛൻ ഞങ്ങളുടെ ഒരു സുഹൃത്തും അതുപോലെ ഒരു മാതൃകയും അതുപോലെ ഒരു ഉപദേഷ്ടാവുമായിരുന്നു. അച്ഛൻ്റെ മാർഗനിർദ്ദേശത്തിലൂടെ എസ്വൈസിലെ ശക്തി കണ്ടെത്തുവാനും അവരുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കുവാനും അവരുടെ വിശ്വാസം ആഴത്തിലാക്കുവാനും സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ അച്ഛനെ വളരെയധികം മിസ് ചെയ്യുമെങ്കിലും സാന്ത്വന ജീവിതത്തിന് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ്റെ ഈ പുതിയ ധ്യാന വർഷം ആരംഭിക്കുമ്പോൾ
ദൈവം അച്ഛനെ നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്ത്രീയും യുവാക്കളുടെ ജീവിതത്തിൽ അച്ഛൻ വരുത്തിയ വ്യത്യാസം ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു. കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായി സാമ്പം യൂത്ത് അച്ഛന് തരാനായിട്ട് ഒരു ഗിഫ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അച്ഛൻ്റെ തന്നെ ഒരു സ്വപ്നമായ സാമ്പം യൂത്തിൻ്റെ ഒരു മാഗസിൻ. അതിനുവേണ്ടി ആഴ്ചകളും മാസങ്ങളുമായിട്ട് യൂത്തിൻ്റെ കോ എഡിറ്റോറിയൽ ടീംസും അതുപോലെ തന്നെ യൂത്തിലെ എല്ലാ മെമ്പേഴ്സും സിസ്റ്റർ ഷോണിയും രാവും പകലുമില്ലാതെ വർക്കൗട്ട് ചെയ്തൊരു റിസൾട്ട് നമുക്ക് ഒഫീഷ്യലി ഞങ്ങൾ അച്ഛന് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ആ ഒരു മാഗസിൻ സക്സസ് ആക്കുവാനായിട്ട് ഞങ്ങൾക്ക് കുറേ സ്പോൺസേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അവരുടെ സഹായങ്ങളുമാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് ആ മാഗസിൻ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഫാദർ കോളേജിൻ്റെ ഇൻസ്പിറേഷനും അച്ഛൻ്റെ ഒരു ഗൈഡൻസും അതുപോലെ തന്നെ അച്ഛൻ്റെ ഞങ്ങളോടുള്ള ഒരു സ്നേഹം മാത്രമാണ്. അതല്ലായിരുന്നെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ലായിരുന്നു. അതിനുവേണ്ടി സാമ്പം യൂത്തിൻ്റെ കോ എഡിറ്റോറിയൽ ടീംസ് ബ്ലോസം, അതുപോലെ തന്നെ സിസ്റ്റർ ഷോണി, അതുപോലെ തന്നെ റോസ്, സിയ, സ്റ്റെഫി, നിഖിൽ ആൻഡ് ഓസ്റ്റിൻ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ അതുകൊണ്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരും അവരുടെ ഒരു യൂണിറ്റിയും അതുപോലെ തന്നെ അവരുടെ ഒരു കൊളാബറേഷനുമാണ് ഈ ഒരു വർക്ക് സക്സസ് ആയിട്ട് സാധിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ഫാദർ കോളേജാണ്. അതിനുവേണ്ടി ഞാൻ സാമ്പം യൂത്തിൻ്റെ എല്ലാ മെമ്പേഴ്സിനെയും വിളിച്ചിട്ട് അച്ഛൻ ആ മാഗസിൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. നാട്ടിലേക്ക് പോകാനിരിക്കുകയാണ്. ഈ അവസരത്തിൽ അച്ഛനെ പറ്റി 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ നമ്മുടെ ഇടവകയിലെ കുട്ടികൾക്ക് മാതാകന്മാരെ പോലെ ക്രിസ്തുവിനോട് ചേർന്ന് ബലിയർപ്പിക്കാനുള്ള ഒരു സൗഭാഗ്യം ഒരുക്കി നമ്മളെ വിശുദ്ധ വഴിയിൽ നയിക്കാൻ അച്ഛൻ മുൻകൈയെടുത്തു. ഇന്ന് നമ്മുടെ ഇടവകയിൽ ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുട്ടികളും വൈദികർക്ക് വിശുദ്ധ ബലിയിൽ പങ്കുചേരാൻ കാരണമായിട്ടുണ്ട്. അതിന്റെ പുറകിൽ നമ്മുടെ കോളേജിന്റെ അകമഴിഞ്ഞ പ്രോത്സാഹനം മുൻഗണനയുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സീറോ മലബാർ സഭ ഗുജറാത്ത് റീജിയനിൽ ആരംഭിച്ച അവസരത്തിൽ നമ്മുടെ ഇടവകയിലെ ആദ്യ കുർബാന സ്വീകരിച്ച ആദ്യ ബാച്ചായിരുന്നു ഞങ്ങൾ. 2019 ആദ്യ കുർബാന സ്വീകരിച്ച് മടങ്ങിയെത്തിയ ഞങ്ങളെ അച്ഛൻ സ്വീകരിച്ചത് മംഗ്ലീഷ് കുർബാന പുസ്തകവും കൊന്തയും പ്രത്യേകമായിട്ടാണ്. അന്നു മുതൽ ഇന്ന് വരെ അച്ഛൻ എല്ലാ കൊല്ലവും ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികളെ വൈദികനൊപ്പം വിശുദ്ധ ബലി അർപ്പിക്കാൻ ഓൾട്ടർ സർവീസ് ലീഗ് കുട്ടികളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറെ കുട്ടികളെ ഞങ്ങളെ പോലെ അൽത്താര ബാലൻ ബാലികമാർക്ക് അച്ഛൻ ധാരാളം വഴിവെക്കട്ടെ. അച്ഛന് ഞാൻ അൽത്താര സംഘത്തിലെ ഓരോരുത്തരുടെയും പ്രത്യേകമായ പ്രാർത്ഥനകൾ നേരുന്നു. ഞങ്ങൾ എല്ലാവർക്കും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ അവസരത്തിന് അച്ഛനെ 1000 നന്ദി. അച്ഛൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും ഞങ്ങളെ ഓർക്കണമേ. താങ്ക് യു വെരി മച്ച് അച്ഛ. നമ്മൾ ഓൾട്ടർ സർവീസ് കുട്ടികൾ അച്ഛന് തരാനുള്ള കാർഡ് റെഡിയാക്കിയിട്ടുണ്ട്. അച്ഛൻ പ്ലീസ് അതൊന്ന് സ്വീകരിക്കണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട കോളേജിലെ എല്ലാ ഓൾട്ടർ സർവീസ് കുട്ടികളെയും ഞാൻ ക്ഷണിക്കുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കും. ജോൺ ചാപ്റ്റർ 10. ഈ വചനം തന്റെ ജീവിതത്തിലൂടെ മാതൃകയായി കാണിച്ചു തന്ന കാറ്റസിസം ഡിപ്പാർട്ട്മെന്റിനെ വഴിനടത്തുന്ന കാറ്റസിസം ഡയറക്ടറായ കോളേജിന് നന്ദിയുടെ 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ നമ്മുടെ കുട്ടികളെ ആത്മീയ വളർച്ചയിൽ വളരുവാൻ വേണ്ടി റെഗുലറായി കാറ്റസിസം
ഡിപ്പാർട്ട്മെന്റിന്റെ വിസിറ്റ്, റെഗുലർ കുർബാന, കൺഫ്യൂഷൻ, ബൈബിൾ കലോത്സവം, കുട്ടികളായിട്ടുള്ള വെരി ക്ലോസ് റിലേഷൻ എന്നീ ആക്ടിവിറ്റിയിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഗുജറാത്ത് റീജിയന്റെ ഡയറക്ടറായ അച്ഛൻ വലിയ വലിയ കാര്യങ്ങൾ കൃത്യനിഷ്ഠമായി ചെയ്ത് അച്ഛൻ്റെ എല്ലാ കാര്യവും കൃത്യമായി ചെയ്തത് നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ ഞങ്ങൾ അധ്യാപകരായ ടീച്ചേഴ്സിനും ആത്മീയമായ വളർച്ചയ്ക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഫ്രീഡം തന്നതിനും പിന്നെ ഒരു ഹാപ്പി കാറ്റിസം അറ്റ്മോസ്ഫിയർ എപ്പോഴും അച്ഛൻ ഉണ്ടാക്കി തന്നതിനും ഞാൻ അച്ഛൻ്റെ സ്നേഹപൂർവ്വം കാറ്റിസം ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്ന് സ്നേഹം അറിയിക്കുന്നു. തുടർന്നുള്ള അച്ഛൻ്റെ എല്ലാ ആത്മീയ ജീവിതത്തിലും ദൈവം അച്ഛനോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും അച്ഛനോ. താങ്ക് യു. On behalf of the entire Congress, I take this opportunity to extend our deepest gratitude for your leadership, guidance, and unwavering faith throughout your time with us. Your presence has been true blessing to our parish, and your support for our music ministry has made a lasting impact. Though we are not very conversant with other than the another tune, that is Mangamadi and Chennai Street tune, but you are very always eager to embrace other tunes with a smiling face. And your consistent support during our practice sessions has truly inspired us to perform the best, especially on these days. Further, you always encourage us to compete in all major choir competitions. Though we will not have won every competition, but we have consistently finished at the podium level, thereby making our parish proud in the eyes of all, just because of your encouragement and guidance. Father, we are deeply grateful for all the moments of spiritual growth and joy that we have shared together. As you move on to the next chapter in your journey, our prayers and best wishes are always with you. We will surely miss you, but we assure you that you will always remain in our prayers. Once again, on behalf of every member, Jobali, Vijo, Jinsi, Dolly and Lisa, we wish you success in the next journey of life. Thank you. അടുത്തതായി നമുക്ക് ഓരോ ഗ്രൂപ്പിലും വിടണമെന്നുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ സമയം പോകുന്നത് കൊണ്ട് നമ്മൾ എല്ലാ ഗ്രൂപ്പിനും വേണ്ടി നമുക്ക് വേണ്ടി റെപ്രസെന്റ് സംസാരിക്കാനായിട്ട് TV ചേട്ടൻ ഇന്നത്തെ കാലമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും സ്നേഹമാത്രമായ കോളേജാണ്. എന്നോട് ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സ് വിളിച്ചു പറഞ്ഞു, എല്ലാ വാർഡിനെയും റിപ്രസെന്റ് ചെയ്തുകൊണ്ട് 9 വാർഡ് എന്നോട് 2 വാക്ക് പറയാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ എന്താണ് പഠിക്കാന്നുള്ളത് ഞാൻ മുമ്പ് തന്നെ എൻ്റെ ഭാര്യയോട് ചോദിച്ചു. എന്തായാലും അച്ഛനോട് എന്താണ് അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ഞാൻ എന്താണ് പറയേണ്ടത്. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഈ 9 വാർഡുകളുടെയും പോഷക ഘടകങ്ങളായ നമ്മുടെ മാതൃവേദി, ബിന്ദുവേദി, കൊയറ് ഇവരെല്ലാവരും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. അപ്പൊ പിന്നെ ഞാൻ നോക്കി, ഞാൻ എന്ത് തന്നെ പഠിച്ചാലും എന്ത് തന്നെ ചെയ്താലും അതിനൊരു അർത്ഥമില്ല. എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് പ്രത്യേകമായിട്ട് എന്താന്ന് വെച്ചാൽ, ഈ ഒരു ദശകത്തിൽ കൂടുതലായിട്ടുള്ള നമ്മുടെ ഈ സീറോ മലബാർ എന്ന ആശയത്തില് ഞങ്ങൾ എപ്പോഴും വിചാരിച്ചിരുന്നത് അൺസോൾഡ് വാർഡ് വേറെയാണ്, ഈ പള്ളിയായിട്ടൊരു ബന്ധവുമില്ല, അച്ഛൻ വരുന്നു, കുർബാന ചെല്ലുന്നു, പോകുന്നു. പക്ഷെ കോളച്ചനാണ് ഞങ്ങളോട് പറഞ്ഞത്, അല്ല, നിങ്ങൾ സബർമതിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. നിങ്ങൾ ഇവിടെ
സ്ഥിരമായി സൺഡേ കുർബാനയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിലും പ്രത്യേകമായ ദിവസങ്ങളിൽ അതിൽ അച്ഛൻ പ്രത്യേകമായ 3-4 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ നിങ്ങൾ ഇവിടെ വരണം. ഇത് നിങ്ങൾ ഈ ഒരു നമ്മുടെ സബർമതി ഇടവകയുടെ ഒരു അവിഭാജ്യ ഘടകം കൂടിയാണ്. എങ്കിലിരുന്നാലും അച്ഛൻ ഞങ്ങളുടെ പരിമിതികളും ഞങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകളും കാരണം ഈ ഓർമ്മയിൽ നിന്ന് ഞാൻ പ്രത്യേകമായിട്ട് അനുസോട് നിൽക്കുന്ന ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഒരേ ഒരു വാർഡിന് വേണ്ടി മാത്രമാണ് പ്രത്യേകമായ കുർബാന ചെയ്തത്. ആ കുർബാനയും ഈ 6 വർഷമായിട്ടും ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് പാട്ട് കുർബാനയാണ്. അത് 3 പേരായാലും 10 പേരായാലും അച്ഛൻ പാട്ട് കുർബാന മാത്രമേ ചെയ്തുള്ളൂ. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. അതുമാതിരി തന്നെ അവിടെ ഞങ്ങൾക്ക് വാദ്യഘോഷങ്ങളോ ഇൻസ്ട്രുമെന്റ്സോ യാതൊന്നുമില്ല. ഞങ്ങളുടെ തൊണ്ട കയറിയ സൗണ്ട് തന്നെ അത്. പക്ഷെ അച്ഛൻ അത് വളരെ കൃത്യമായിട്ട് നോക്കിയിരുന്നു. ഈ പുതിയ ചിട്ടപ്പെടുത്തിയ പാട്ടുകളൊന്നും ഇല്ലാതെ പഴയ അതേ രീതിയിൽ തന്നെ. കാരണം ഞങ്ങളുടെ ബാല്യത്തിലും ഞങ്ങളുടെ കൗമാരത്തിലും ഞങ്ങളുടെ യൗവനത്തിലും ഒക്കെ കേട്ട് പാടി പഠിച്ച അതേ പാട്ടുകൾ അതേ ഈണത്തിൽ തന്നെ ഞങ്ങൾക്ക് ചൊല്ലിത്തന്ന് വളരെ ഭക്തിപരമായ ഒരു കുർബാന എല്ലാ അതായത് ഇപ്പോഴൊക്കെ ചൊല്ലിയിട്ടുണ്ടോ അച്ഛൻ ഞങ്ങൾക്ക് അത് ചൊല്ലിത്തന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു പാട്ടുകാരുടെ കുർബാന കാണാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ അവിടുത്തെ ഒരു ഇതും ഇല്ലാതെ ഒരു കുർബാനയാണ് ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നത്. പിന്നെ എല്ലാ വാർഡുകളും കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ എല്ലാ വാർഡുകളും തിരിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഓരോ വാർഡിന്റെയും പ്രത്യേക പരിപാടി ഓരോ വീട്ടിലും അച്ഛൻ എത്തിച്ചേരണമെന്നുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് അച്ഛൻ എന്ത് തന്നെ പരിപാടി ഉണ്ടെങ്കിൽ കൂടി തന്നെ അതിപ്പോൾ കരോളായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ പ്രാർത്ഥനകളായിക്കോട്ടെ അച്ഛൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അതായത് ഓരോ വാർഡിലും വീടുകളിൽ പോയിട്ട് അച്ഛൻ ഓരോന്നിലും സംബന്ധിക്കുന്നുള്ളത്. അത് അച്ഛൻ ഏറെക്കുറെയൊക്കെ അത് അച്ഛന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ പിന്നെ എല്ലാ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ അച്ഛന് എല്ലാ ആശംസകളും ഈ പുതിയ സംരംഭത്തിന് അച്ഛന് എല്ലാവിധ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും ഉണ്ടായിരിക്കും. അച്ഛനും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വാർഡിനെയും പ്രതിനിധിച്ചുകൊണ്ട് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ പാരിഷ് ഡെവലപ്മെന്റ് വേണ്ടി തന്നെ ഞാൻ തന്നെ ആശംസ പറയണോ നന്ദി പറയണോ അതൊരു വീട്ടിലോട്ട് നിൽക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞു ഇനി എന്നെ നിൽക്കണ്ടാവും, അത് പോകാൻ മതി, ഞാൻ കുട്ടിയിൽ ഇനി ഇവിടെ നിന്ന് വെച്ചാൽ ഇനി നിർത്തിയാലും ഫ്ലൈറ്റിനെ കയറി പോകും എന്ന് പറഞ്ഞിട്ട് അച്ഛനിരിക്കുകയാണ്. അപ്പോൾ ഇനി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ആൻഡ് ഡിയർ പാരന്റ്സ്, കഴിഞ്ഞ 6 കൊല്ലമായിട്ട്, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2019 നമ്മൾ സീറോ മലബാർ സഭ ഇവിടെ ഒരു പ്രത്യേകമായിട്ട് നമ്മുടെ രീതിയിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ വളരെയധികം പ്രതിസന്ധികൾ നമ്മൾ ഫേസ് ചെയ്തിരുന്നു. ഇന്ന് കാണുന്ന പോലെയല്ല അന്ന് വേഗം കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഒരു കൂട്ടായ്മ ഇത് കാണുന്ന പോലെ എടുക്കുവാനും ആളുകളുടെ കൂട്ടായ്മ കൊണ്ടുവരാനും അച്ഛൻ കാണിച്ചിരുന്ന ഓരോ ദിവസങ്ങളിലെയും പ്രയത്നങ്ങൾ അത് സാക്ഷാത്കരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഇത്രയും പേരോടെ കൂടിയിരിക്കുന്നു. അതിപ്പോൾ കുറച്ചൊക്കെ ഫിസിക്കലി വരാൻ പറ്റിയില്ലെങ്കിലും അവരിപ്പോഴും ആത്മീയമായിട്ടും അതുപോലെ മാനസികമായിട്ടും ഇവിടെ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അച്ഛൻ പറയും ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു യോഹന്നാന്റെ റോൾ മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ റോൾ വേറെ ആൾ വരും. അപ്പൊ അത് ഞാൻ ചോദിച്ചപ്പോൾ പള്ളിമണിയുണ്ട് ചോദിച്ചു. പക്ഷെ നമുക്ക് പള്ളി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സ്ട്രക്ചർ മാത്രമല്ല. നമ്മൾ പള്ളി എന്ന് പറയുന്നത് ആത്മീയമായിട്ട് നമ്മൾ മനസ്സിലായിരുന്നു. നമ്മുടെ ഹൃദയങ്ങളിലെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫിസിക്കൽ പള്ളിക്ക് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടൊരു ബിൽഡിങ്ങിനെ അർത്ഥമുള്ളൂ.
അപ്പൊ അച്ഛൻ ഞാൻ യോഹന്നാൻ എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം അച്ഛന്റെ ഈ ഒരു 6 വർഷത്തെ പ്രയത്നങ്ങളും നിന്നകളൊക്കെ അച്ഛൻ വളരെയധികം കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്നതൊക്കെ മറന്ന് വീണ്ടും വീണ്ടും എന്നെ നിന്ദിച്ചവരെ വീണ്ടും പോയി കണ്ട് അവർ വീണ്ടും തിരിച്ചു വരാനുള്ള ആ ഒരു പ്രയത്നം അത് സഫലമായി തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ ഓരോരുത്തരും ഉള്ളിലെ സീറോമായി പറഞ്ഞ സെൽഫ് സബാസ്റ്റ്യൻ ചർച്ച എന്നുള്ള ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ ഫൗണ്ടേഷൻ ഇടുകയും അതിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ അത് അച്ഛൻ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഏത് സംഘടന എടുത്താലും, അതായത് മാധവരി എടുത്താലും, പിതൃവേദി എടുത്താലും, ഓട്ടോബോയ്സ് എടുത്താലും, SYM എടുത്താലും, ഇതൊക്കെ അവിടെ ഇവിടെ ചിന്തപരമായി ഉണ്ടായിരുന്നൊക്കെ ഉണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു, ഇല്ലാന്ന് പറഞ്ഞതില്ല. പക്ഷെ അച്ഛൻ വന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ വന്നു, ഒരു സംഘടനയ്ക്ക് അതിൻ്റെതായ സ്ട്രക്ചർ, അതിനൊരു മൂല്യങ്ങളുണ്ട്. അതെങ്ങനെ കൈകാര്യം ചെയ്യണം, ആര് അത് നടത്തണം, അത് നന്നായി പോകണമെങ്കിൽ ആരതിന് മുന്നിലേക്ക് വരണം. അതായത് ഓരോരുത്തരുടെ പ്രകൃതിയും സ്വാഭാവികമായിട്ട് അത് കണ്ടുകൊണ്ട് അവരെ നിയമിച്ച് ആ ഒരു സംഘടനയെ എങ്ങനെ മുന്നോട്ട് പോകാം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അച്ഛൻ അതിനുവേണ്ടി ഉയർച്ചതും. ആ ഒരു പള്ളി എന്ന് പറയുന്ന ആത്മീയമായ പള്ളി നമ്മുടെ ഹൃദയത്തിലെ അത് ഉയർത്തിയതും അച്ഛൻ തന്നെയാണ്. ഒരു യോഹന്നാൻ ഭാഷ മാത്രമല്ല, എല്ലാ ഭാഷയും എടുത്തിട്ടുണ്ട്. അതുപോലെ പലരും നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ പലരും അച്ഛനായിട്ട് പല രീതിയിൽ നമ്മുടെ അച്ഛനെ സഹായിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അതിലും കൂടുതൽ അതിലുപരിയായിട്ട് ആത്മീയമായിട്ടും അതുപോലെ നമ്മളെ കൂടുതൽ ഒരു അച്ഛനെന്ന നിലയിലും ഒരു സഹോദരൻ എന്ന നിലയിലും അപ്പന്റെ രീതിയിലും അമ്മയുടെ രീതിയിലും നമ്മളിലേക്ക് വരികയും നമ്മുടെ ഓരോരുത്തരെയും അവരുടേതായ രീതിയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി അച്ഛനെടുക്കുകയും അത് നമുക്കാരും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നന്ദി. ഇതേപോലെ നമ്മളെ ജോസ്മൻ പറഞ്ഞ പോലെ വീണ്ടും നോക്കട്ടെ, അപ്പൊ വീണ്ടും വലിയൊരു സ്ഥാനപരമായിട്ട് തിരിച്ചു വരട്ടെ എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. സംഭവിക്കുകയാണ് നോക്കട്ടെ. അതുകൊണ്ടെല്ലാം ആശംസകൾ നേരുന്നു. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് അച്ഛനെ കാണുന്ന അനുഭവമായിട്ടുള്ള ചുമ്മാരുടെ സ്നേഹിതരായ ജോൺ പിയാനിയാണ്. കാരണം അച്ഛൻ ഉണ്ടാക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ കിട്ടുന്ന ഓരോ ദിവസങ്ങളിലും നമ്മൾ കുമ്പസാരം എന്നുള്ള ആ ഒരു ഉദാശ നമ്മൾ എത്തിക്കാനായിട്ട് അച്ഛൻ കാണിച്ചിരുന്ന ആ ഒരു ഹൃദയപ്പാട് അത് ഇതിനു മുമ്പ് ഞാൻ നമുക്കില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രവാസികൾ അതിലെ മിഷൻ കണ്ടിട്ടില്ല, അച്ഛനിൽ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. അതുകൊണ്ട് വേറെ മുൻപേ പറഞ്ഞിരുന്നു, അതായത് അടുത്തൊരു ജോൺ പിയാനിയാണ് നമ്മുടെ അപ്പോൾ അങ്ങനെയാവട്ടെ. ഓരോരുത്തരും ഞങ്ങളുടെ ഭാഗങ്ങളിൽ അച്ഛനെ ഓർക്കുന്നതായിരിക്കും. അതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും അച്ഛൻ്റെ ഭാഗങ്ങളിൽ ആയിക്കട്ടെ. പിന്നെ ഒരു കാര്യം എനിക്ക് കുട്ടികളെ മേയ്ക്കാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ മേയ്ക്കണം എന്നാണ്. പക്ഷെ ഇന്നത്തെ ഞാൻ കഴിക്കുന്നത് അച്ഛൻ കുഞ്ഞു കുട്ടികളെയൊക്കെ നയിക്കാനായിട്ടുള്ള സന്ദർഭം ഒരുക്കുന്നുണ്ട്. 1-ാം ക്ലാസ് 4-ാം ക്ലാസ് വരെ നടക്കട്ടെ. അപ്പൊ ആ ഒരു മേഖല കൂടി കൂടുതലച്ഛനെ പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം കണി കൊണ്ട് മാറ്റി കുറച്ച് പിള്ളേരുടെ കൂടെ നാട്ടി കുട്ടികളെ നയിക്കാൻ നോക്കണം. ആദ്യം 4-ാം ക്ലാസ് നോക്കട്ടെ, അതിനുശേഷം ഇതൊരു ഡിഗ്രി വരെ നോക്കാം, തിരിച്ചു വീട്ടിൽ കാണാം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടവകയുടെ പേരിലെ അച്ഛൻ സ്നേഹോപഹാരം നമ്മൾ കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ പള്ളി കമ്മിറ്റി അംഗങ്ങളെയും സിസ്റ്റർമാരെയും പുനർക്ഷണിച്ചിരുന്നു. അത് സ്വീകരിക്കാൻ വേണ്ടി അച്ഛനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വലിയ സ്നേഹം ഈ നിമിഷങ്ങളിലൊക്കെ ഞാൻ അനുഭവിച്ചറിയായിരുന്നു.
വാക്കുകളിലൂടെയും സാധനങ്ങളിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ ഞാൻ അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളാണ്. നിങ്ങളുടെ 6 വർഷം കാലഘട്ടം നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് നീങ്ങുകയായിരുന്നു. ഒരു കുടുംബം പോലെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിച്ചതും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. കുടുംബത്തിൽ ഒരു കലവ് വേണം. ആ കലവിനോട് ചേർന്ന് പ്രവർത്തിക്കണം. ആ രീതിയിൽ ഒന്ന് ഒരുക്കിക്കൊണ്ട് വരുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ പരിസമാപ്തിയിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഒരു അപ്പനോട്, ആത്മീയ പിതാവ് എന്ന നിലയിൽ ഒരു അപ്പനോട് മക്കൾ കാണിക്കുന്ന സ്നേഹപ്രകടനം കുട്ടികളിൽ അനുഭവിച്ചറിയുവാൻ തീർച്ചയായിട്ടും ഈ നിമിഷം എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ, ദൈവിക നന്മകളൊക്കെ ഒക്കെ ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളൊരു തോന്നല് തീർച്ചയായിട്ടും നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതെല്ലാം ദൈവിക നിയോഗമായിരുന്നു. ദൈവിക പ്രചോദനമനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏൽപ്പിക്കുന്ന കുർബാന പരമാവധി നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെല്ലുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കുർബാന ചെല്ലി തരുവാൻ സാധിക്കുകയില്ല. കാരണം ഇവിടെ ഏകദേശം ഒരു വർഷം 300ഓളം കുർബാന ചെല്ലിത്തീർക്കാൻ പറ്റാതെ രൂപത്തിൽ ഏൽപ്പിക്കുന്ന രീതിയാണ് ചെയ്യിച്ചു വരുന്നത്. അത്രമാത്രം എക്സസ് ആയിട്ട് കുർബാന വരുന്നുണ്ടായിരുന്നു. പക്ഷേ പരമാവധി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഓരോ വിശുദ്ധ ബലിയിലും സബർമതി കൺസോൾ എന്ന വാക്ക് ഉച്ചരിക്കാതെ ഞാൻ കുർബാന അർപ്പിക്കാറില്ല. എല്ലാ കുടുംബനാഥന്മാരും നാഥകളെയും ജോലി മേഖലകളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ടാണ്. മറ്റ് വൈദികരുടെ വിപുലമായിട്ട് കാഴ്ചവെപ്പിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം എനിക്ക് നിങ്ങളുടെ യാത്രാ മേഖലകളെ മുഴുവനും ജോലി മേഖലകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിശുദ്ധ ബലിയിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സമയം ആ മേഖലയിൽ എടുക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനിയും കുറച്ച് ചെല്ലുമ്പോഴൊക്കെ പ്രാർത്ഥനയിലുണ്ടാകും. ഒരു രഹസ്യം മാറ്റിവെക്കുന്നതാണ്. അങ്ങനെയും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. കാരണം ഇതിനവിടെ ഒത്തിരിയേറെ വൈദികര് മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം. ആരെയും നിങ്ങൾക്ക് വിസ്മരിക്കാൻ പറ്റിയെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ എന്നെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങൾ കാണിച്ച വലിയ സ്നേഹം, വാക്കുകളിലൂടെ പ്രവൃത്തിയിലൂടെ കാണിച്ച വലിയ സ്നേഹം എന്നും ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. Sister Shoni, Sister Teresa, and all my parishioners. First and foremost, I would like to express our deepest gratitude to Father Paul for his unwavering dedication and service to our church community, for commitment to specific roles such as teaching, leading, volunteering, has left incredible mark on our heart and life. Father has inspired us with faith, kindness, tireless effort, and we are truly grateful for the time we have shared together. I would like to thank the Party Committee for organizing this farewell program. A special thanks to all the group as Pitruvedi, Matruvedi, Catechism team, choir team, SYU team, altar team, who have expressed their love to our Father Paul. A big thank to all our St. Sebastian Kurbana Center members for joining us today. Your presence signifies the love and support we hold for one another. Let us continue to uplift one another as we move forward. As we say goodbye to Father Paul, let us carry forward the values and love Father have imparted on us. May we continue to support, spread kindness in our time, just as Father has shown us. Thank you once again. May God bless all us.